ഞങ്ങളിന്ന് നിൽക്കുന്നത് ലോക്കി ഫാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എല്ലാം കുറേ ദിവസമായി പറയണം അവൾക്ക് ആനിമൽസിനെ കാണണം. അപ്പോൾ തപ്പി നോക്കിയപ്പോൾ അടുത്തൊരു 20 മിനിറ്റ്സ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 20 മിനിറ്റ്സ് ദൂരത്തിൽ ഒരു കുഞ്ഞി ഫാം ഇട്ടാൽ വലിയ ആനിമൽസ് ഒന്നുമില്ല, ഒരു കുഞ്ഞി ഫാമും അതിൻ്റെ ഷോപ്പും പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള ഏരിയ ആയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല സണ്ണി ഡേ, കുറേ നാൾ കൂടി നല്ലൊരു ക്ലൈമറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും പറഞ്ഞ് ഇറങ്ങിയേക്കാണ്. എന്തൊക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഇനി നമുക്ക് നോക്കാം. അപ്പ എവിടെ? അപ്പ അവിടെ അപ്പ എവിടെ? ആനിമൽസിനെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ വന്നെങ്കിലും ഇതുവരെ ഞങ്ങൾ ആനിമൽസിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. നല്ല രസമുള്ള പ്ലേ ഏരിയ, പിള്ളേർക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്ന കുറേ കളിക്കാനുള്ള സാധനങ്ങൾ, പിള്ളേർക്ക് ശരിക്കും എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കുഞ്ഞി ട്രാക്ടേഴ്സും പിന്നെ ഇങ്ങനെ കയറിയും ഇറങ്ങിയും കളിക്കാനുള്ള, പിന്നെ സാൻഡ് കാസിൽ ഉണ്ടാക്കാനുള്ള, അങ്ങനെ നല്ല രസമുള്ള സ്ഥലം. അപ്പോൾ ഇവർ കളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഫാം ഏരിയയിലേക്ക് പോകാനായിട്ട്. ആക്ച്വലി ഉണ്ടല്ലോ, ഈ ഫാമിലേക്ക് വരാൻ ഇങ്ങനെ എൻട്രി ഫീ ഒന്നും ഇല്ല. പക്ഷെ അവർ പറയുന്നുണ്ട് ഈ ഫാം നന്നായി നോക്കി നടത്തുന്നതിനായിട്ട് ഒരു ഡൊണേഷൻ ആക്സെപ്റ്റ് ചെയ്യണതുകൊണ്ട് ഒരു പിഗിനെ വെച്ചിട്ടുണ്ട് കയറി വരണം അവിടുത്തെ. അപ്പോൾ നമുക്ക് തോന്നുന്ന ഡൊണേഷൻ നമുക്ക് ആ പിഗിൻ്റെ ഉള്ളിലേക്ക് ഇടാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഇവിടെ മറ്റേ ബുച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ തന്നെ ആനിമൽസിൻ്റെ മീറ്റ്, എഗ്ഗ് അങ്ങനത്തെയൊക്കെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. പ്ലസ് ഒരു ഫാമിൻ്റെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഇൻകമാണ് ഇവർ മെയിൻ നോക്കുന്നത്. കാരണം ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് കഴിക്കുമല്ലോ. കാരണം ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്തുനിന്നുള്ള ഫുഡ് ഉള്ളിൽ അലൗഡ് അല്ല എന്നൊക്കെ. അപ്പോൾ അതായിരിക്കും മെയിൻലി അവരുടെ ഇൻകം. എന്നിട്ടാണല്ലെങ്കിൽ ഇതിരിക്കണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം കളിച്ചു, കുറച്ച് നേരമല്ല നന്നായി കളിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ അപ്പുറത്ത് പോയിട്ടുള്ള കുറച്ച് ആനിമൽസിനെ കണ്ടിട്ട് വരാമെന്ന് വെച്ചു. ഒരു ഗ്രാസ് വാരി വെച്ചു കൊടുത്താൽ തിന്നും. ഹെലികോപ്റ്റർ പോണം.
രാജ അല്ല, ഡക്ക് ഡക്ക്. ഡക്ക് എവിടെ? ഡക്ക് എവിടെ? ഡക്ക്. ഈ ഒരു ഏരിയയിൽ ആനിമൽസിനൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഫുള്ളിങ്ങനെ ഡാൻഡ്ലിയൻസ് നിറഞ്ഞു നിൽക്കുക. ഡാൻഡ്ലിയൻസ് പറഞ്ഞാൽ ഊതുമ്പോൾ പോണ സാധനല്ലേ, അതിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പം ഇങ്ങനെ നല്ലൊരു കാറ്റ് വരുമ്പോണ്ടല്ലോ, ഇങ്ങനെ ഫൂ എന്ന് പറഞ്ഞു പോകണതാണ്. കളിയൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ എല്ലാവർക്കും ദാഹിച്ചു, വിശന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് മറ്റേ ഫാമിൻ്റെ കഫേയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളൊരു പിസ്സയും ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എല്ലാവർക്കും പ്രാന്താണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ കുറച്ചും കൂടെ അനിമൽസ് ഉണ്ടായിരുന്നു. ഡോങ്കിയും ടർക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടെ കണ്ടു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഡേ. നല്ല രസം, നല്ല ചൂട്. എനിക്കിങ്ങനെ ചൊറിഞ്ഞു തുടങ്ങി വെയിലടിച്ചിട്ട്. അയ്യോ ആരൊക്കെ അറിയണം, 17-18 ഡിഗ്രീസാണ് ടെമ്പറേച്ചർ. പക്ഷെ അതൊന്നുമല്ല, വെയിലിങ്ങനെ കുത്തിക്കൊള്ളുക. അപ്പം അങ്ങനെ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.